ഏറ്റുമാനൂരിൽ നമ്മൾ ഈയിടെയായിട്ട് സംഭവിച്ച ആത്മഹത്യ നമ്മളെല്ലാവരെയും വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു എന്താ പറയുക ഒരു ആത്മഹത്യ തന്നെയായിരുന്നു. 2 കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ട് ഷൈനി എന്ന യുവതി ട്രെയിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യുകയും നമ്മളെല്ലാവരും അതിനെ വളരെ സങ്കടത്തോടു കൂടിയാണ് ആ ഒരു വാർത്ത നമ്മൾ കേട്ടതും. നമുക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രമാത്രം ഒരു വേദന ഉണ്ടായിരുന്നു അതിനകത്ത്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല. പല കാരണങ്ങളും ഇപ്പോഴാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും എല്ലാം ഉയർന്നു വരുന്നുണ്ട്. പല കാരണങ്ങളും പറയുന്നുണ്ട്. മാനസിക പീഡനമാകാം, അല്ലെങ്കിൽ ശാരീരിക പീഡനം, മാനസിക പീഡനം, ഗാർഹിക പീഡനം എന്നിങ്ങനെയുള്ള പല വകുപ്പുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വരുന്നതാണ് ഇപ്പോൾ ഒരു പുരോഹിതനായിട്ടുള്ള ഒരു അച്ഛനിൽ നിന്നുള്ള ഒരു പീഡനം സഹിക്കാൻ വയ്യാതെയാണ് എന്താ പറയുക ഇങ്ങനൊരു ഒരു ക്രൂരമായ ഒരു മരണത്തിലോട്ട് അവരെല്ലാവരും കൂടെ പോയത് എന്നുള്ള പലതരത്തിലുള്ള വാർത്തകളും നമുക്കിടയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ പോലീസാണെങ്കിലും അവരുടെ ഷൈനി എന്ന് പറയുന്ന അവരുടെ മാതാപിതാക്കൾ പറഞ്ഞ മൊഴി ഒരിക്കലും തൃപ്തികരമല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഷൈനി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും. കാര്യം ആ ഒരു സമയത്ത് പറഞ്ഞായിരുന്നു ഷൈനി അനുഭവിച്ചിരുന്നത് ഒരുപാട് അനുഭവിക്കാൻ താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്ത് അനുഭവിച്ചതിന് ശേഷമാണ് മരണത്തിലേക്ക് എന്നുള്ളൊരു തീരുമാനം വന്നായിരുന്നു. അപ്പം അത് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വാതിലുകൾ മുട്ടി ഉപജീവനത്തിന് വേണ്ടിയിട്ട്, തന്റെ മക്കളെ പോറ്റുന്നതിന് വേണ്ടിയിട്ട്. അവിടെയും തടസ്സമായിട്ട് നിന്ന് ശ്രുതി നേരത്തെ പറഞ്ഞു തന്നെ ഒരുപാട് ഫാമിലി, അതായത് അതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആ വൈദികനായിട്ടുള്ള ഒരാൾ. അത് ഷൈനിയുടെ തന്നെ ഹസ്ബൻഡിന്റെയും സഹോദരനായിരുന്നു. അത് എവിടെയും അവർക്കൊരു വൈദികൻ എന്ന നിലയ്ക്കുമൊക്കെ ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒരു തടസ്സം നിൽക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ആ ഒരു തടസ്സം തന്നെയായിട്ട് നിൽക്കുകയായിരുന്നു ഈ പറഞ്ഞ ആൾക്കാർ. നമുക്കിപ്പോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യ ആണെങ്കിലും ഇനിയിപ്പോ പുറത്തുള്ള ഏതൊരു രാജ്യത്താണെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു ബോധമുണ്ടാകും അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ സ്ഥിരമായിട്ടൊരു പള്ളിയിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഷൈനി എന്ന് പറയുന്ന ഒരു യുവതിയും 2 മക്കളും സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്നതാണ്. നമ്മുടെയൊക്കെ പള്ളികളിലാണെങ്കിലും തന്നെ സ്ഥിരമായി വരുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരെ എന്തായാലും ആ ഒരു പള്ളിയിലുള്ള ആൾക്കാർക്ക് അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെ അതിനെ നോക്കിക്കാണാൻ പറ്റും? എനിക്ക് അവിടെ അച്ഛനാണെങ്കിലും അവിടെ മറ്റു നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലാൻ നേരത്ത് അവിടെ ഉള്ളവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവരുമായിട്ട് ഒരു കുറച്ചും കൂടെ നമ്മൾ സംസാരിച്ച് തന്നെ ഒരു അടുപ്പം ഉണ്ടാവും. അപ്പം അതിൻ്റെതായ ഒരു പ്രയോറിറ്റി അവിടെ കിട്ടും. ഇപ്പൊ വല്ലപ്പോഴും വരുന്ന ഒരാളും പക്ഷേ ഒരു ഇടവകയിലുള്ള ആൾക്കാരെ അറിയില്ല, അല്ലെങ്കിൽ അവിടുത്തെ അച്ഛന് അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് സഭാ അംഗങ്ങൾക്കാണെങ്കിലും അവരെ അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടും അവരതിനെ കുറിച്ചിട്ട് അറിയില്ല, അല്ലെങ്കിൽ നടന്നതിന് ശേഷമല്ല ഇത്തരത്തിലുള്ള വന്നത്. അപ്പൊ അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, സ്വാധീനങ്ങൾ. ഇവരുടെ ഫാമിലിയിൽ തന്നെ ഈ പറഞ്ഞ വൈദികരും മറ്റുള്ളവരൊക്കെ സ്വാധീനങ്ങൾ ചിലപ്പോൾ എനിക്കറിയില്ല സിമ്പിളായിട്ട് പറയാം. നമ്മളിപ്പോൾ ഈ ഒരു കാര്യമായിട്ട് നമ്മൾ പുറത്തോട്ട് പോവുകയും പിന്നെ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഷൈനി എന്ന് പറയുന്ന യുവതിയുടെ അവരുടെ വീട്ടിൽ പോവുകയും അതുപോലെ തന്നെ ആ പള്ളി അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ ഇവിടെയെല്ലാം നമ്മൾ ഇതുമായിട്ട് ഒരു അന്വേഷണപരമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ലഭിച്ച ഒരു നിഗമനം എന്ന് പറയുന്നത് ആരൊക്കെയോ എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെയുള്ള ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. അതിപ്പോൾ അവിടെയുള്ള അയൽവാസികളാണെങ്കിലും അവരുടെ ബന്ധുക്കളാണെങ്കിലും മറ്റാരാണെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരും തന്നെ മുമ്പോട്ട് വരുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അടുത്ത ബന്ധുവാണെങ്കിലും നമുക്ക് അറിയുന്ന ഒരു പരിചയത്തിലുള്ളൊരു സ്ത്രീയോ അല്ലെങ്കിൽ 2 മക്കൾ, കുഞ്ഞു മക്കളല്ലേ, അവരെ കുറിച്ചിട്ടാണെങ്കിലും മാധ്യമങ്ങളോട് പറയാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ആരും തന്നെ തയ്യാറാകുന്നില്ല. എന്തിനെയോ ഭയത്ത് ഒരു പ്രശ്നം വരുമ്പോൾ, പ്രത്യേകിച്ചും ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നാളെ ഇനി ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നവരാണ് മലയാളികൾ. അതിപ്പോ ഈ വിഷയത്തിലെന്നല്ല, ഏതൊരു വിഷയം, അതിപ്പോൾ ഒരു റോഡിലൊരു നമ്മൾ നടക്കുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇടപെടാതിരിക്കാൻ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കാര്യം അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നാളെ വീണ്ടും അതിന്റെ പിന്നാലെ ഓരോ കാര്യത്തിന് ഇറങ്ങണം. അപ്പൊ നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ കളയുന്നു. പിന്നെ കേസായി, കോടതിയായി, അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ അതൊരു ശരിയായിട്ട് തോന്നില്ല. ഇപ്പൊ ഷൈനിയുടെ കേസിലാണെങ്കിലും അയൽവാസികളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും മറയ്ക്കുന്ന രീതിക്ക് നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഒരു കാരണവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇതിനപ്പുറത്തേക്ക് എന്തായിരുന്നു സംഭവിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് കാരണങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ആർക്കും ആ ഒരു പ്രദേശത്തിലെ ആളുകൾക്കാണെങ്കിലും തന്നെ ആ ഒരു കുടുംബമായിട്ടൊരു ബന്ധം തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ
തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് പുറമേ കാണുന്ന ഒരു ഇതാണ്, സ്ഥിരം കാണാറുള്ള 2 അല്ലെങ്കിൽ 3 മുഖങ്ങൾ എന്ന് മാത്രമാണ് അവരെല്ലാവരും പറയുന്നത്. അതിനപ്പുറത്തേക്ക് ആ ഒരു വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരെ കുറിച്ചോ എന്തെങ്കിലും ചോദിക്കണേ കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നുള്ള നിലപാടിലാണ് അവിടെയുള്ള പ്രദേശവാസികൾ എല്ലാവരും കൂടെ പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഈ പള്ളി എന്നുള്ളൊരു ഇതിലോട്ട് പോയത്. അവർ ഏത് പള്ളിയിലായിരിക്കും അവസാനമായി പോയത്, അല്ലെങ്കിൽ അവരെ ഏത് പള്ളിയിലായിരുന്നു സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും നമ്മുടെ ക്യാമറാമാൻ അനൂപും കൂടെ പള്ളിയിലോട്ട് പോകുന്നത്. അവിടെ വെച്ച് നമ്മൾ പള്ളിയിലുള്ളൊരു അവിടെ സഭയിലെ കുറച്ച് വിശ്വാസികളുണ്ട് അവിടെ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ കാര്യം തിരക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ആരായാലും അറിഞ്ഞില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ ആ പള്ളിയിൽ സ്ഥിരം വരുന്ന ഒരു 2 കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങളുടെ അമ്മയും അവിടെ ആ പള്ളിയിലാണ് സ്ഥിരമായിട്ട് വന്നതെന്നും അവർ മരണപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതെന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിനകത്തൊക്കെ ആൾക്കാർക്ക് വെട്ടിത്തുറന്ന് സത്യങ്ങൾ പറയാനുള്ള ഭയമാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ വരുന്നത്, ഇവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ചിന്ത കൊണ്ടാണ്. അല്ലാതെ ഇവർക്ക് അറിയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. എന്തുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ ഷൈനിയുടെ കൂടുതൽ ഇത് കേരളക്കാരെ മുഴുവനായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അത് സുഹൃത്തുക്കളാണെങ്കിലും ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരുന്നു. അവർ പറയുന്നത് തലേദിവസം വരെ സന്തോഷത്തിലൂടെ അവരോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഫോൺ കോളുകളിൽ. അപ്പൊ അങ്ങനെ സംസാരിച്ച ആൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എവിടുന്ന് മനസ്സ് വന്നു എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനും ചിന്തിക്കണം. അത്രത്തോളം ആ ഒരു രീതിക്ക് ഇരുന്നിട്ട് പെട്ടെന്ന് എവിടുന്ന് മനസ്സ് മാറണമെങ്കിൽ എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിൽ നിന്നായിരിക്കാം, ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വാക്കുകളോ എന്തെങ്കിലും ഈ പറഞ്ഞ ഹസ്ബൻഡിന്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നോ സ്വന്തം വീട്ടിൽ നിന്നാണോ എവിടെ നിന്നാണോ നമുക്കത് വ്യക്തതയില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് എന്താ പറയുക ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഏത് ഭാഗത്തു നിന്നുള്ള പ്രശ്നം കാരണമാണ് ഇവർ ഈ ആത്മഹത്യ ചെയ്തത്, അതും 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് സംശയപരമായി തോന്നിയത് ഈ സഭ അല്ലെങ്കിൽ ഈ ഒരു അച്ഛൻ എന്നുള്ളൊരു പേര് വരുന്നുണ്ടല്ലോ ഇതിനകത്തോട്ട്, പുരോഹിതൻ എന്നുള്ള പേര്. അപ്പോൾ അങ്ങനെ ഒരു പേര് വരുന്നത് തെറ്റായ ധാരണ ആണ് എന്നുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് ആ ധാരണ മാറ്റാൻ ശ്രമിക്കുന്നില്ല? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മളൊരു കാര്യം വന്ന് ചോദിക്കുമ്പോൾ അവരെന്തുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഇങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ വന്ന് പോവാറുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവർക്ക് പറയാം ഇവിടെയാണ് വരാറ്, അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നെങ്കിലും പറയാമല്ലോ. പക്ഷെ ഇവരെന്തിനാ അതൊക്കെ മറച്ചു വെക്കുന്നു എന്നാണ്. അതിനാണ് ചങ്ങനാശ്ശേരി ബിഷപ്പ് വരെ സംസാരിച്ചു. എന്തോ തോമസ് തറയിൽ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് വരെയും അദ്ദേഹം വരെയും പറഞ്ഞത് മാനസികമായിട്ട് അവരുടെ ഇതിനെയൊക്കെ പറയുന്ന മാനസിക രോഗം എന്നുള്ള രീതിക്കാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അല്ലാതെ ആ ഒരു ഷൈനി എന്നൊരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ചിന്തിച്ചുള്ള ഒരു രീതിക്കല്ല അദ്ദേഹം പോലും സംസാരിച്ചിരിക്കുന്നത്. ആ ഒരു സഭയിലെ മുഴുവൻ വിശ്വാസികളും അതിനെതിരെ പ്രതികരിച്ചതാണ്. ഈ നാട്ടുകാരുൾപ്പെടെ സഭാവിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരും ഈ പറഞ്ഞ ഷൈനിയുടെ ഹസ്ബൻഡിന്റെ സഹോദരനായ ബോബി എന്ന വൈദികനെ നാട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതിനിടയിൽ പറയുന്ന വാക്കുകളാണ് ഈ പറഞ്ഞ തോമസ് തറയിൽ എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരി ബിഷപ്പിന്റെ വാക്കുകൾ. ആ വാക്കുകളിൽ വരെ ഷൈനിക്ക് എതിരായിട്ട് നിന്നുള്ള സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ സഭയിലുള്ളവരെ അറിയുമെന്ന്? കാരണം നമുക്കിങ്ങനെ പറയാം, അവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് സമൂഹത്തിൽ ഒരു കൃത്യമായ ഉത്തരം നൽകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് കൂടുതലായിട്ട് സംശയങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് അത് തെളിയിച്ചുകൂടാ? അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിക്കാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ആർക്കും അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അല്ലെ, കൂട്ടമായിട്ട് അത് എനിക്ക് പറയാനുള്ളത് ആ ഒരു സഭയിൽ കൂട്ടമായിട്ടുള്ള ഒരു ഗൂഢാലോചനകളും അല്ലെങ്കിൽ അവരുടെ ഒരു തന്ത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ പരിധിവരെ പുറത്ത് പല രീതിക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് അതിനെപ്പറ്റി ഒന്നും ആയിട്ടില്ല. എവിടെയാണ് എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും കൃത്യമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അത് പറയാത്തിടത്തോളം നമുക്ക് പ്രസ്താവിക്കാനും പറ്റില്ല. അതാണ് ഇപ്പൊ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഫാദർ, ഒരു ബിനു വളവുങ്കൽ എന്ന് പറഞ്ഞൊരു ഫാദർ ഉണ്ട്, ബിനു എന്ന് പറഞ്ഞ ഫാദർ. ആ ഫാദർ ഒരു കത്ത് എന്താ പറയുക സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പോൾ അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പല പോസിബിലിറ്റീസും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ ഒരു ആത്മഹത്യക്ക് ശേഷം അവരുടെ മൃതശരീരങ്ങൾ അടക്കം ചെയ്ത സമയത്ത് ഫാദറായ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് എൻ്റെ മനസ്സാക്ഷി പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി. പക്ഷെ വൈദികർക്ക് ഇടയിലുള്ള ഒരു പ്രശ്നം കാരണം സമൂഹം നമ്മളെ കല്ലെറിയോ എന്നുള്ളൊരു പേടിയും കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ സഭ അദ്ദേഹം ന്യായീകരിക്കേണ്ട ഒരു കാരണം അതിനകത്തുണ്ട്. കാരണം അദ്ദേഹം ഒരു ഫാദർ ആയതുകൊണ്ട്
തന്നെ അദ്ദേഹത്തിൻ്റെ സഭയെയും അദ്ദേഹത്തിൻ്റെ ഫാദേഴ്സിനെ ആണെങ്കിലൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. കാരണം എന്തിനാണ് എല്ലാവരും ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളാണ് ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഇത്രയും പെരുപ്പിച്ച് പറയുന്നത്? ഇതിനപ്പുറത്തേക്ക് കാരിത്താസ് ആശുപത്രിയിലെ ജീവനക്കാർക്ക് ഒരു പങ്കുണ്ട്, അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഷൈനിയുടെ ഭർത്താവിൻ്റെ ഒരു പങ്കുണ്ട്. അതൊക്കെ ചിന്തിച്ചുകൂടെ? എന്തിനാണ് ഈ വൈദികൻ്റെ മേലേക്ക് മാത്രം ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ഇടുന്നത്? അങ്ങനെയുള്ള രീതിക്കാണ് അദ്ദേഹം സംസാരിച്ച് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാവുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. കാര്യം വൈദികന്റെ മേളിൽ അങ്ങനെ ഒരു വെറുതെ ആരും പറയില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പൊ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് പോലും അവർക്കാർക്കും അറിയില്ല എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് എന്തോ ഒരു നിഗൂഢത ഉള്ളത് പോലെ. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ഷൈനി എന്ന് പറയുന്നവരും അല്ലെ 2 മക്കളും ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് മുമ്പ് ഈ പള്ളിയിലോട്ട് വന്നിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടിയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പള്ളിയുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ സ്ഥിരമായി പള്ളിയിൽ വരില്ലല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതിന്റെ എല്ലാം എനിക്ക് അതിനകത്ത് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാര്യം ഈ പറഞ്ഞ ഫാദർ ബിഷപ്പ് പറഞ്ഞ വാക്കുകളും നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഫാദർ പറഞ്ഞ വാക്കുകളും എല്ലാം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈദികരെ ഒരിക്കലും കുറ്റം പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാര്യം വൈദികരെ അവർക്ക് അറിയത്തില്ല. പിന്നെ മാത്രമല്ല, പിന്നെ എന്തിനാണ് ഇവർ മാനസിക രോഗത്തിന്റെ ഇതിലാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിന്റെ ഇതിലാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലും ഷൈനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഷൈനി ചെയ്തത് വലിയ കുറ്റമാണെന്നുള്ള രീതിക്ക്. എന്നാൽ ഷൈനി എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ള ഏത് സാഹചര്യത്തിലാണ് ഷൈനി അത്തരത്തിലുള്ള ഒരു കാര്യത്തെ പറ്റി? പിന്നെ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സഭയിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് സഭ പരിഹരിക്കാൻ ശ്രമിക്കില്ലായിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സഭയിൽ അറിയിച്ചിട്ടുണ്ട്. സഭ ഒരുപാട് പ്രാവശ്യം സഭയിൽ അറിയിച്ചിട്ടുണ്ട്. സഭയിൽ മാത്രമല്ല, ഒരുപാട് പേര് സഹായിക്കാൻ വേണ്ടി വന്നവരെല്ലാം തള്ളിക്കളയുകയായിരുന്നു. അല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് പല നിഗൂഢതകളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാദർ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറയാം നമുക്കില്ലേ? ശരിക്കും പറഞ്ഞ ഈ ഒരു കേസിൽ അങ്ങനെയാണെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും പറഞ്ഞവരല്ല. എന്തായാലും സത്യം എന്തായാലും നമുക്ക് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തെളിയട്ടെ അല്ലെ? സത്യം എന്താണെന്നുള്ള, ആരാണ് ഇതിന് പുറകിലെന്ന് തെളിയട്ടെ. ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു മരണം നമുക്ക് മുമ്പിൽ വരാതിരിക്കട്ടെ അല്ലേ? അതെ.